എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് ഈ ഒരു 35% മാർക്ക് നിങ്ങൾക്ക് ആവശ്യമാണോ എന്നുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് വീഡിയോ തയ്യാറാക്കിയിട്ടിടുന്നത്. അപ്പോൾ 35% എന്ന് പറയുമ്പോൾ ആകെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100ലാണ് വരിക. 100ൻ്റെ 35% എന്ന് വെച്ചാൽ 35 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 35 മാർക്ക് കിട്ടിയാലാണോ ഒരു വിദ്യാർത്ഥി ജയിക്കുക. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ആണ്. ടോട്ടൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ, അതായത് ടോട്ടൽ മാർക്കല്ല, അതായത് ടോട്ടൽ എന്ന് പറയുമ്പോൾ 50ലാണ് ഈ ഒരു മാർക്ക് വരിക. അപ്പോൾ 50ൻ്റെ 35% എന്ന് പറയുമ്പോൾ, അതായത് 55ൻ്റെ 35% എന്ന് പറയുമ്പോൾ, അപ്പോൾ 50ൻ്റെ 35% മാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 17 മാർക്ക് വരും. അതായത് 17 മാർക്കാണ് വരിക. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾ നേടിയാലാണോ ജയിക്കുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2025 മാർച്ച് മാസത്തിൽ നടന്ന SSLC പരീക്ഷയുടെ വിജ്ഞാപനമാണ്. അതായത് SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, അതായത് ഇതിൻ്റെ മാർക്ക് എത്രയിലാണ്, അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയാലാണ് ഒരു വിദ്യാർത്ഥി ജയിക്കുക എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു കാര്യത്തിനുള്ള ഉത്തരം പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വിജ്ഞാപനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ 4ാമത്തെ പേജിൽ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടുന്നതിന് ഓരോ പേപ്പറിനും തുടർ മൂല്യനിർണ്ണയത്തിൻ്റെ, അതായത് CE മാർക്ക് സ്കോറും എഴുത്ത് പരീക്ഷയുടെ TE മാർക്ക് സ്കോറും അതല്ലെങ്കിൽ തിയറിയുടെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷയുടെ സ്കോറും ചേർത്ത് കണക്കാക്കുമ്പോൾ D+ ഗ്രേഡ്, അതായത് 30 മുതൽ 39% വരെയെങ്കിലും നേടിയിരിക്കണം. അതായത് 30 മുതൽ 39% വരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ജയിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് 35% മാർക്ക് വേണം എന്നുള്ളതല്ല, 30 മുതൽ 39% വരെ ഇതിനിടയിലോ, അതായത് ഈ ഒരു മാർക്കോ ഇതിനിടയിലോ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ 35% മാർക്ക് വേണം എന്നുള്ളതല്ല. 30 മുതൽ 39% വരെ മാർക്ക് കിട്ടിയാലാണ് D+ ഗ്രേഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു 30 മുതൽ 39% വരെ മാർക്ക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങളിപ്പോൾ 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വരിക. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക്, അതായത് 10 മാർക്ക് ഫുൾ CE കിട്ടി, നിങ്ങൾക്ക് 5 മാർക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്, അതായത് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 15 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 30% മാർക്ക് എന്ന് പറയുമ്പോൾ അത് 15 മാർക്കാണ് വരിക. ഈ ഒരു 40 മാർക്കിൽ ടോട്ടൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50ൽ ഈ ഒരു 30% എന്ന് പറയുമ്പോൾ 15 മാർക്കാണ്. അപ്പോൾ 15ന് ശേഷം ഏകദേശം 16, 17, 18, 19 ഈ ഒരു മാർക്ക് വരെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഏകദേശം 30 മുതൽ 39% വരെ എന്ന് പറയുമ്പോൾ 15 മാർക്ക് മുതൽ 19 മാർക്ക് വരെയാണ് വരിക. അപ്പോൾ ഈ ഒരു മാർക്കിൽ, അതായത് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും, നിങ്ങൾ 16 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും, 17 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും, 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, 19 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു മാർക്കിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു മാർക്കിൽ നിങ്ങൾക്ക് ഏത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്ക് CE ആണ് വരുന്നത്. ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് D+ ഗ്രേഡ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 100 മാർക്ക്, ആകെയുള്ള ഈ ഒരു മാർക്കിൽ നിന്നും നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടണം. അപ്പോൾ D+ ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് മുതൽ 39 വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിൽ ജയിക്കാനായിട്ട് വേണ്ടത് ഇതിൽ 20 മാർക്ക് CE ഫുള്ള് കിട്ടുകയാണെങ്കിൽ 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടി, അങ്ങനെ ടോട്ടൽ 30 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 30 എന്ന് പറയുമ്പോൾ അത് D+ ഗ്രേഡാണ് വരിക. അപ്പോൾ ഈ ഒരു D+ എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് 35 മാർക്ക് വേണോ എന്നുള്ളത്. അപ്പോൾ 35 വേണ്ട, നിങ്ങൾക്ക് 30 മാർക്ക്, അതായത് ഈ ഒരു CE മാർക്ക് 20 കിട്ടി, പരീക്ഷയിൽ 10 മാർക്ക് കിട്ടി, ടോട്ടൽ 30 കിട്ടും. അങ്ങനെ ഈ ഒരു 30 മാർക്ക് മുതൽ, അതായത് 30, 31, 32, 33, 34, 35, 36, 37, 38, 39, അപ്പോൾ ഈ ഒരു 39 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 30 മുതൽ 39 വരെ ഇതിനിടയിലായിട്ടും
കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്, അതായത് D+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 35% മാർക്കല്ല ആകെ വേണ്ടത്, നിങ്ങൾക്ക് ആകെ ഏറ്റവും കുറഞ്ഞത് ജയിക്കാൻ വേണ്ടത് 30% മാർക്കാണ്. അതായത് 30% മാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾ ജയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തോൽക്കുമോ എന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലായിരിക്കും ടെൻഷൻ ഉണ്ടാവുക. അതായത് ചില വിദ്യാർത്ഥികൾ വിചാരിക്കും എനിക്ക് ഈ ഒരു മാർക്ക് കൂടിപ്പോകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ചില വിദ്യാർത്ഥികൾക്ക് തോൽക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലായിരിക്കും ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ അടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങളുടെ റിസൾട്ട് ഏതായാലും നാളെ വരും. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞാലും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ ആണ് കിട്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLCയുടെ സേ പരീക്ഷ നടത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു SSLC സേ പരീക്ഷയുടെ അപേക്ഷ മെയ് മാസത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് ഏകദേശം ജൂൺ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ +1 പ്രവേശനത്തിനായിട്ട് അലോട്ട്മെൻറ്റ് നടപടികൾക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.